പറയുന്ന വിധത്തിലൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് പുൽപ്പള്ളി പോലീസ് പറയുന്നത്. എന്താ ശരിക്കും സംഭവിച്ചത്? സംഭവിച്ചതൊന്നുമില്ല, ഞാൻ വയ്ക്കുന്നതാണ്. പറഞ്ഞോ. ഇത്ര ആയിക്കഴിഞ്ഞിട്ട് ഒന്നും പറയുന്നില്ല. പോലീസുകാർ എന്തെങ്കിലും പറയാനുണ്ടോ? നീ പറയണ്ടോന്ന് ശിവേട്ടാ എന്താ സംഭവിച്ചേ? അല്ല, ഇപ്പൊ പോലീസിന്റെ ഒരു വിശദീകരണമായി വന്നിരുന്നു. അന്ന് അങ്ങനെ ഈ പറയുന്ന വിധത്തിലൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പുൽപ്പള്ളി പോലീസ് പറയുന്നത്. എന്താ ശരിക്കും സംഭവിച്ചത്? സംഭവിച്ചതൊന്നുമില്ല, ഞാൻ വയ്ക്കുന്നതാണ്. പറഞ്ഞോ. ഇത്ര ആയിക്കഴിഞ്ഞിട്ട് ഒന്നും പറയുന്നില്ല. പുൽപ്പള്ളിയിൽ പോലീസ് മർദ്ദിച്ചെന്ന് പരാതിപ്പെട്ട സൈനികനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് സൈനിക ആശുപത്രിയിലേക്ക് മാറ്റി. പുൽപ്പള്ളി സ്റ്റേഷനിലെ പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സൈനികൻ പരാതി നൽകി. ലാൻസ് നായിക്കായി സേവനമനുഷ്ഠിക്കുന്ന KS അജിത്തിനാണ് മർദ്ദനമേറ്റത്. വയനാട് പുൽപ്പള്ളിയിൽ ഉത്സവപ്പറമ്പിൽ ബൈക്ക് നിർത്തിയതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തിൽ പോലീസ് മർദ്ദിച്ചെന്നാണ് സൈനികന്റെ ആരോപണം. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയിലാണ് സംഭവം. കരസേനയിൽ ലാൻസ് നായിക്കായി ഉത്തർപ്രദേശിൽ സേവനമനുഷ്ഠിക്കുന്ന KS അജിത്താണ് പോലീസിനെതിരെ പരാതി ഉന്നയിച്ചത്. അവധിക്ക് നാട്ടിലെത്തിയതാണ് അജിത്ത്. കാലിന് ഗുരുതരമായി പരിക്കേറ്റ അജിത്തിനെ ശനിയാഴ്ച കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോലീസുകാരെ കയ്യേറ്റം ചെയ്തതിനും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും അജിത്തിന് പുൽപ്പള്ളി പോലീസ് ഇന്ന് അറസ്റ്റ് നോട്ടീസ് നൽകി. ഇതോടെ വെസ്റ്റ് ഹിൽ ബാരക്കിൽ നിന്നുള്ള സൈനികരും വിമുക്ത ഭടന്മാരും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തി. പിന്നീട് അജിത്തിനെ കണ്ണൂരിലെ സൈനിക ആശുപത്രിയിലേക്ക് മാറ്റി. ഇന്ത്യൻ ചരിത്രത്തിൽ ഒരു കാലത്തും ഒരു ജവാനെ ഒറ്റ കാലത്തും ഒരു പോലീസുകാരൻ ഇതേമാതിരി മർദ്ദിച്ചാൽ എവിടെയും കണ്ടിട്ടില്ല. മർദ്ദിച്ചവർക്കെതിരെ അജിത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിന് നൽകിയ പരാതി പുൽപ്പള്ളി പോലീസിന് കൈമാറി. അജിത്തിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം അജിത്തിനെ മർദ്ദിച്ചിട്ടില്ലെന്നാണ് പുൽപ്പള്ളി പോലീസിന്റെ വിശദീകരണം. മീഡിയ 1 കോഴിക്കോട്.